പേരാവൂരേക്ക് മാറ്റിയതിന് ആരും വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് പേരാവൂര്. ഇനി പേരാവൂരിൻ്റെ ടീച്ചർ അമ്മയാണ്, അങ്ങനെ ആവുമോ? LDF വോട്ട് കൃത്യമായി പോൾ ചെയ്താൽ അവർ ജയിക്കുന്ന മണ്ഡലമല്ലത്, അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. സഖാവ് പിണറായിയാണ് ഞങ്ങളുടെ നേതാവെന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചല്ലോ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും അതിലൊരു തർക്കമുണ്ടോ? കേരളത്തിലെ ഏറ്റവും സ്റ്റാർ മണ്ഡലങ്ങളിലൊന്നാണ് പേരാവൂർ. അത് കേരളം കണ്ട ഏറ്റവും ജനകീയായ ആരോഗ്യമന്ത്രിമാരിൽ ഒരാളാണ് KK ശൈലജ ടീച്ചർ. അവരുടെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടിയാണ് പേരാവൂർ സ്റ്റാർ മണ്ഡലമായി മാറിയത്. എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇവിടെ പ്രവചനാതീതമാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ KK ശൈലജ ടീച്ചർ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ടീച്ചറെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ആമുഖ പ്രാസംഗികൻ പറയുന്ന കേട്ടു, ഇനി പേരാവൂരിൻ്റെ ടീച്ചർ അമ്മയാണ്, അങ്ങനെ ആവുമോ? തീർച്ചയായിട്ടും പേരാവൂരുകാർ എന്നെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഉറച്ച വിശ്വാസമാണ്. ഇത്തവണ ഒരു മാറ്റത്തിന് പേരാവൂർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് സാധ്യതകളുള്ളൊരു മണ്ഡലമാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ചിലത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അതിലേറ്റവും കായിക രംഗത്ത് നമുക്കൊരു നല്ല സ്പോർട്സ് അക്കാദമിയൊക്കെ വേണം. അത് പേരാവൂർ മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, ഒരു അംബ്രല്ല സ്കീം കൊണ്ടുവന്നാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കണം. ഞാനിപ്പം മട്ടന്നൂരൊരു ഇൻഡോർ സ്റ്റേഡിയവും നീന്തൽക്കുളവും ഒക്കെ അതിൻ്റെ പണി തുടങ്ങി. അപ്പോൾ ഇവിടെ അങ്ങനെ ഇപ്പോഴേ ആദ്യത്തെ വർഷം തന്നെ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു 5 വർഷക്കാലം കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാൻ തനിച്ചല്ല, കായിക പ്രേമികളായിട്ടുള്ള ഒട്ടേറെ പേർ അതിൻ്റെ പിന്നിലുണ്ടാകും. അവരിപ്പോൾ തന്നെ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഒത്തുകൂടിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് പേരാവൂരുകാർക്ക് വേണ്ടി സമ്മാനിക്കാൻ എനിക്ക് സാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. വലിയ ടൂറിസം സാധ്യതയാണ് ഇവിടെയുള്ളത്. 2 തരത്തിലുള്ള ടൂറിസമാണ്. ഒന്ന് ഈ സാധാരണ പറയുന്ന ടൂറിസം, പുഴയോര ഇതിലൊക്കെ ഉണ്ടാക്കുന്ന പഴശ്ശി ഡാമുണ്ട്, ഇരിട്ടി പുഴയുണ്ട്. അതിൻ്റെ എല്ലാം കരയിൽ നമുക്ക് അനന്തമായ സാധ്യത. ഞാൻ നേരത്തെ പേരാവൂർ MLA ആയപ്പോൾ പഴശ്ശി ഡാമിൻ്റെ കരയിൽ തുടക്കം കുറിച്ചിരുന്നു. ഇപ്പോഴും അവിടെ ആ ഓപ്പൺ എയർ തിയേറ്ററിലൊക്കെ ഇഷ്ടംപോലെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അത് പിന്നീട് അങ്ങോട്ട് വികസിച്ചിട്ടില്ല. അതിനെ ഒന്ന് മാറ്റിയെടുക്കണം നമുക്ക്. അതൊരു ഇരിട്ടി ഭാഗത്തേക്ക് വരെ നീളുന്ന ഒരു നല്ല, ഞാനിപ്പോൾ അപ്പുറത്തെ കരയിൽ മട്ടന്നൂർ MLA എന്നുള്ള നിലയിൽ തുടങ്ങിയിട്ടുണ്ട്, എക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനി ഇവിടുത്തെ MLA ആകുമ്പോൾ ഈ കരയിലാണ് എൻ്റെ പ്രവർത്തനം വരിക. ആ ടൂറിസം പദ്ധതി നമുക്ക് കൊണ്ടുവരണം അവിടെ എന്നുള്ളതാണ്. ടൂറിസത്തിൽ പിൽഗ്രിമേജ് ടൂറിസം ഉൾപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു നിയോജക മണ്ഡലമാണിത്. അതിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്ന് കൊട്ടിയൂർ ക്ഷേത്രം തന്നെയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ വേണം. എന്നോട് അവിടുത്തെ ഭരണസമിതി തയ്യാറാക്കി തന്നിട്ടുള്ള ഒരു പ്ലാനുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള അതിപ്പോൾ ഒരു ഡ്രാഫ്റ്റാണ്. അതിനെ ഒന്ന് നല്ല വിപുലമാക്കി ഗവൺമെൻറ്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ ഉറപ്പായിട്ടും കഴിയും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ വരുമ്പോൾ അതൊക്കെ വേണം. നമ്മുടെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രമുണ്ട്. അവിടെ കുറേ കാര്യം ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, പിൽഗ്രിമേജ് അല്ലെങ്കിൽ ഹെറിറ്റേജ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അത് നമുക്കൊന്നും കൂടി വികസിപ്പിക്കാൻ സാധിക്കും. ഇവിടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഇവിടെ ഒരു റോഡൊക്കെ വരുമ്പോൾ ഇവർക്കുണ്ടായിട്ടുള്ളൊരു പ്രശ്നമൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു ഇവർ. അപ്പോൾ ഞാൻ ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കുറേയേറെ പരിഹാരം കണ്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ ഒക്കെ ഭാഗമായി ചെയ്യാൻ പറ്റും. ഇത് ക്ഷേത്രങ്ങൾ മാത്രമല്ല, കുരിശുമല പള്ളി മണ്ഡലത്തിലാണ്. ഒരു പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞത് അവിടെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. ചില പ്രത്യേക മാസങ്ങളിൽ കുരിശിൻ്റെ വഴിയിൽ എന്ന തീർത്ഥയാത്രയും അവിടത്തേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ മേലെ കയറി ചെന്നാൽ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറയുന്നു. ഞാൻ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഭക്തജനങ്ങൾക്കുള്ള സൗകര്യവും പോകാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയാൽ അതും തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാവും. ഓരോ ജാതിമത വിഭാഗത്തിലെന്ന് പറയുന്നില്ല, പ്രാചീനമായിട്ടുള്ള പള്ളികളും ദേവാലയങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് ഭക്തർക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അവർക്ക് വന്നൊന്ന് സമാധാനമായിട്ട് അതെ, അതിൽ നമുക്കും ഒരു ഗുണമുണ്ട്. ധാരാളം തീർത്ഥാടകർ വരുമ്പോൾ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ കുറേ നേട്ടമുണ്ടാകും. ഇപ്പോൾ കൊട്ടിയൂർ വരുന്ന ഞാനിന്നാൾ നോക്കുമ്പോൾ ഒരു വലിയ പ്രദേശം നിരപ്പാക്കി ഇടുകയാണ് പാർക്കിങ്ങിന്. ഇത്തിരി പൈസ കൊടുത്താൽ അവിടെ പാർക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ വീട്ടുകാർക്ക് അതിൻ്റെ പൈസ കിട്ടും. അതുപോലെ തീർത്ഥാടനം ഉണ്ടാകുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കും കുറേ കുടുംബങ്ങൾക്ക് ഉപജീവനമായിട്ടത് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ മനസ്സിലുണ്ട്. ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഈ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയ സമയത്ത് UDFക്കാണോ ടീച്ചറോട് കൂടുതൽ സ്നേഹം തോന്നിപ്പോവുകയാണ്? കാരണം ടീച്ചറെ മാറ്റിയത് പേരാവൂരിലേക്ക് മാറ്റിയത് മറ്റ് ലക്ഷ്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. ആ സ്നേഹത്തിന് പ്രത്യേക നന്ദി. പേരാവൂരേക്ക് മാറ്റിയതിന് ആരും വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് പേരാവൂർ. ഇരിട്ടിക്കടുത്തുള്ള മാടത്തിലാണ് ഞാൻ ജനിച്ചത്. അത് MLA യും ആയിരുന്നു. ആറളം പാലം, ജബ്ബാർ കടവ് പാലം, ബാരാപ്പോൾ വൈദ്യുത പദ്ധതി,
കാളികയം പാലം കണിച്ചാറിൽ ഇതൊക്കെ അന്ന് ഞാൻ MLA ആയപ്പോൾ ആ ചെറിയ പീരീഡിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ജനങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ എനിക്ക് എൻ്റെ സ്വന്തം നാടാണ്. അപ്പം ജനിച്ചു വളർന്ന സ്ഥലം എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. അത് ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ ഇവിടെയാണ് പിന്നെ താമസിച്ചിരുന്നത്, പായം പഞ്ചായത്ത്. ഇനി അത് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കളരിയാണിത്. ചെറുപ്പത്തിലെ മഹിളാ അസോസിയേഷൻ, അതുപോലെ തന്നെ DYFI, അന്ന് KSYF, അതിൻ്റെ എല്ലാം പ്രവർത്തനം, പാർട്ടി ബ്രാഞ്ച് മാടത്തിലാണ് ഞാൻ പാർട്ടി മെമ്പറാവുന്നത്. അപ്പോൾ ഒന്നുമല്ല, രാഷ്ട്രീയ കളരി പേര് അവരൊക്കെ. ഞാൻ എപ്പോഴും പാർട്ടി പ്രവർത്തനം, മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിനൊക്കെ വരുന്നതാണ്. ഒരുപാട് മുഖങ്ങൾ ഇപ്പോൾ കുറച്ചായിട്ട് അപ്പുറമായപ്പോൾ കുറച്ചൊരു പിന്നെ ഇടയ്ക്കിടെ വരാൻ കഴിയുന്നില്ല. പലരും ഓടി വന്നിട്ട് ഇത് പഴയ ഇന്നയാളാണ് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് പേരാവൂർ എൻ്റെ സ്വന്തം നാടാണ്. എൻ്റെ നാട്ടിലെ ജനങ്ങൾ ഇക്കുറി ഒരു മാറ്റത്തിന് തയ്യാറാവണം. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ അവരോട് ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്കൊരു വോട്ട് ചെയ്താൽ നിങ്ങളുടെ കൂടെ നിന്ന് പേരാവൂരിൻ്റെ വികസനത്തിന് അല്ലേ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും എന്നുള്ളത് ഉറപ്പ് തരികയാണ്. UDFകാരെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇത് പൊതുവെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിട്ടാണ് അവർ പറയുന്നത്. 3400 വോട്ടിനാണ് ഞാൻ ഒരു തവണ പുതുക്കിയ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. അന്ന് വലിയ തോതിൽ വോട്ട് ഞങ്ങളുടേത് കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി ചെയ്താൽ അവർ ജയിക്കുന്ന മണ്ഡലം അല്ലല്ലോ ഇത്. LDF വോട്ട് കൃത്യമായി പോൾ ചെയ്താൽ അവർ ജയിക്കുന്ന മണ്ഡലം അല്ലത്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇത്തവണ ജനങ്ങൾ, അത് മാത്രമല്ല ഞങ്ങളുടെ മുന്നണിയിലുള്ളവർ മാത്രമല്ല, മറ്റൊരുപാട് ആളുകൾ ഞാൻ കരുതുന്നു വികസനത്തിന് ദാഹിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. പലരും എന്നോട് പറഞ്ഞു, ടീച്ചർ ജയിച്ചാൽ ഇന്നൊക്കെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് ശ്രമിക്കും, ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ UDF അങ്ങനെ അനായാസമായിട്ട് ജയിച്ചു വരുന്ന മണ്ഡലമൊന്നുമല്ല പേരാവൂർ. ഇക്കുറി അടുത്ത വർഷം ജനാധിപത്യ മുന്നണി വിജയിക്കും. അവസാനമായിട്ട് ഒരു ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. അതുകൊണ്ട് ഒരു ചോദ്യം എന്നുള്ളത്, ഇപ്പോൾ UDFനകത്ത് മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളിലേക്ക് നീങ്ങിയിരിക്കുന്നു. K. സുധാകരൻ, PJ കുര്യനൊക്കെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിരിക്കും എന്ന് പറയുന്നു. മറ്റു ചിലരും ആ ഒരു ചർച്ചകൾ എങ്ങനെയാണ് ടീച്ചർ? അയ്യോ, അങ്ങനെ അവർക്ക് തന്നെ യാതൊരു ഉറപ്പുമില്ല. ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ തർക്കിച്ചാൽ അഥവാ ജയിച്ചു പോയാൽ എന്താ ചെയ്യുക? അടി തീരും അവിടെ. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല. ഇപ്പം എല്ലാവരും മത്സരിക്കുന്നത് MLA ആവാനാണ്. പിണറായി നയിക്കും. നമ്മൾ പ്രഖ്യാപിച്ചതല്ലേ 2 ടേമിൽ ഈ കേരളത്തെ ഇത്ര സമർത്ഥമായി നയിച്ച, ഇത്രയധികം വികസനങ്ങൾ കൊണ്ടുവന്ന സഖാവ് പിണറായിയാണ് ഞങ്ങളുടെ നേതാവെന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചല്ലോ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും അതിലൊരു തർക്കമുണ്ടോ? ജയിച്ചു കഴിഞ്ഞു. കൂടുതൽ സീറ്റ് കിട്ടുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കും, ചർച്ച ചെയ്യും. ഞങ്ങളുടെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കും, മന്ത്രിമാരെ തിരഞ്ഞെടുക്കും. അതിലൊന്നും ഇനി മന്ത്രി ആയ ആൾക്ക് പ്രത്യേകിച്ചൊരു സന്തോഷവും മന്ത്രിയാകാത്ത ആൾക്ക് വെറുപ്പും ഒന്നും ഇതിനകത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒന്നിച്ച് കേരളത്തിന് വേണ്ടി MLA ആയാലും മന്ത്രി ആയാലും ഞങ്ങളെല്ലാം പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇപ്പോഴങ്ങനെ ചിന്തിക്കേണ്ട ഒരു സമയമേ അല്ല. യാതൊരു ആവശ്യകതയും സമീപ ഭാവിയിലോ വിദൂര ഭാവിയിലോ യെസോർണോ ഒന്നും പറയാനെ കൊണ്ട് പറ്റൂലല്ലോ. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ യാതൊരു ചിന്തയും വേണ്ട. നമുക്കൊരു വളരെ കരുത്തനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത്. ഞങ്ങളെല്ലാം ആ ടീമിലെ അംഗങ്ങളാണ്. എല്ലാ ആശംസകളും നേരെയാണ് ടീച്ചർ. താങ്ക് യു. ശൈലജ ടീച്ചറാണ്. വലിയ ആത്മവിശ്വാസമാണ് ടീച്ചർ പേരാവൂരിൽ പ്രകടിപ്പിക്കുന്നത്. കാരണം നേരത്തെ പേരാവൂരിൻ്റെ MLA ആയിരുന്നു ടീച്ചർ. അതുകൊണ്ട് തന്നെ ഇത്തവണയും പേരാവൂരിലെ ജനങ്ങൾ മാറി ചിന്തിക്കും. ഒപ്പം തന്നെ മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരുമെന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ശൈലജ ടീച്ചർ. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.